ചെയ്യുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദിവസങ്ങളായിരിക്കാൻ ദൈവസഭയായി കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ചേർന്നായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾക്കും ഒരു കോട്ടയായിരുന്നു. എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വേറിട്ടിരിക്കുന്ന സമയങ്ങൾ ആത്മീയമായി ദൈവത്തിൽ നിന്ന് വലിയവ പ്രാപിപ്പാനുള്ള പ്രതീക്ഷയോടെ, താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി, കർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ദിവസങ്ങളിൽ ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ എല്ലാവരെയും പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം ഒരുമിച്ച് തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. വളരെ പ്രതീക്ഷയോടെ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഇന്ന് രാത്രി നിങ്ങളുമായി അല്പനിമിഷങ്ങൾ പങ്കുവെക്കുവാൻ കർത്താവ് ഹൃദയത്തിൽ നൽകിയിരിക്കുന്നൊരു ചിന്ത 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ദി ബുക്ക് ഓഫ് ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 7 വേഴ്സസ് 12. ആരെങ്കിലും ആ വാക്യം ശബ്ദമുയർത്തി ഒന്ന് വായിച്ച് സഹായിക്കും. ദി ബുക്ക് ഓഫ് ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 7 വേഴ്സസ് 12. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു, ശ്രദ്ധിക്കുക. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇത്രത്തോളം എന്നൊരു പദം, ആ പദത്തിൽ നിന്നാണ് അല്പനിമിഷങ്ങൾ ദൈവമക്കളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്തെ ആ വാക്ക് ഞാനൊന്ന് അടർത്തിയെടുക്കുകയാണ്. ഇത്രത്തോളം. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന, വളരെ അധികം വായിച്ച് പരിചയമുള്ള ഒരു വാക്ക് അതിനകത്തുണ്ട്. എബനേസർ എന്നൊരു പദം നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും ഉദ്ധരിക്കുന്നൊരു വാക്കാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവുമായി ബന്ധപ്പെട്ട ഒത്തിരി പദങ്ങൾ ബൈബിളിലുണ്ട്. പലപ്പോഴും അതൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. യഹോവ ഈരെ എന്ന് നമ്മൾ പറയാറുണ്ട്, യഹോവ ഷമ്മ എന്ന് നമ്മൾ പറയാറുണ്ട്, യഹോവ റാഫ എന്ന് നമ്മൾ പറയാറുണ്ട്, യഹോവ റോയി ആണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ ഒത്തിരി പദങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ നമുക്ക് മനസ്സിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പദമാണ് എബനേസർ. എബനേസർ എല്ലാവർക്കും കാണാതറിയുന്ന ഒരു വാക്കാണ്. പക്ഷേ ആ പദത്തോടെ ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇത്രത്തോളം എന്നൊരു പദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ദസ് ഫാർ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രത്തോളം. എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം ഇതാണ്: എത്രത്തോളം? ഹൗ മച്ച്? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എത്രത്തോളം? ഇത്രത്തോളം എന്ന് പറയുമ്പോൾ എത്രത്തോളം? ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, അത് നമുക്കറിയാം. പക്ഷേ എത്രത്തോളം എന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ചിന്തിക്കാൻ. സന്തോഷമായിരിക്കുന്നോ? ഓക്കെ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്കും ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കപ്പെടേണ്ടതിന്, നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും സമർപ്പണവും ആവശ്യമാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഇത്രത്തോളം, എത്രത്തോളം എന്നൊരു പദം നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുകയാണ്. നമുക്കിതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാം, ചരിത്ര പശ്ചാത്തലം അറിയാം. ദൈവത്തിന് സ്തോത്രം. എബനേസർ എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. എബനേസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്. ശ്രദ്ധിക്കണം, അതൊരു അനുഭവമാണ്. എബനേസർ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഇറ്റ് ഈസ് എൻ ഇമോഷൻ. അതൊരു വികാരമാണ്. ഇന്നും പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും എന്തുണ്ടാകുന്നു? ഇമോഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കെന്തോ കുഴപ്പമുണ്ട്. പക്ഷേ എബനേസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് വിരിയുന്ന ഒരു ചെറിയ ചിരിയുണ്ട്, നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഒരു ചെറിയ സന്തോഷമുണ്ട്. ദസ് ഫാർ ദ ലോർഡ് ഹാസ് ഹെൽപ്ഡ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം ഞങ്ങളെയും നടത്തും എന്ന ഒരു പ്രതീക്ഷയാണ് ദൈവപൈതലിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എബനേസർ എന്നുള്ള ഒരു ഇമോഷനാണെന്ന് ഞാൻ പറയാൻ കഴിയുക. കാരണം ഈ വാക്ക് നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശയുണ്ട്, ഒരു ഹോപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ഹോപ്പുണ്ട്. ഇന്ന് രാത്രി നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. എന്നാൽ എബനേസർ എന്നുള്ളത് ഒരു ഇമോഷൻ മാത്രമല്ല. എബനേസർ എന്നുള്ളത് ഒരു ടെസ്റ്റ് മണി, ഒരു സാക്ഷ്യം മാത്രമല്ല. ഇതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. എബനേസർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എബനേസർ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. 4-ാം അധ്യായം എന്നെടുത്ത് 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ച്. ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 4 വേഴ്സസ് 1 ഒന്ന് വായിച്ച് സഹായിക്കുമല്ലോ.
ഇസ്രായേൽ ഫിലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബനേസറിനരികെ പാളയമിറങ്ങി. എബനേസറിനരികെ പാളയമിറങ്ങി. അടുത്ത സെന്റൻസും കൂടെ. ഫിലിസ്ത്യർ അഫേക്കിലും പാളയമിറങ്ങി. അപ്പൊ എബനേസർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ്, അതൊരു സ്ഥലമാണ്. പക്ഷെ ആ സ്ഥലമാണ് ഒരു ടെസ്റ്റിമണിയായി മാറിയത്, അതാണ് ഒരു ഇമോഷനായി മാറിയത്. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ ഉണ്ടായി. അതൊരു സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത, സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത ഒരു സ്ഥലമാണ് എബനേസർ എന്ന് പറയുന്നത്. പക്ഷേ ആ സ്ഥലത്തെയാണ് ഒരു ടെസ്റ്റിമണിയാക്കി ദൈവം മാറ്റിയത്. അതാണ് നമ്മൾ അല്പനിമിഷങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന്റെ നടുക്കൊരു വാലിയുണ്ട്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്ഥലമാണ് എബനേസർ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്ഥലമാണ് ആഫേക്ക്. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? ഫിലിസ്ത്യർ പാളയമിറങ്ങിയ സ്ഥലത്തെ ആഫേക്ക് എന്നും ഇസ്രായേൽ മക്കൾ പാളയമിറങ്ങിയ സ്ഥലത്തെ എബനേസർ എന്നും പറയുന്നു. അപ്പോൾ ഒരു യുദ്ധമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരു യുദ്ധത്തിന് ജനം തയ്യാറെടുക്കുകയാണ്. ഇസ്രായേൽ എവിടെയാണ് പാളയമിറങ്ങിയത്? ദേ ക്യാംപ്ഡ് ഇൻ എബനേസർ. എന്നാൽ ഫിലിസ്ത്യർ എവിടെ പാളയമിറങ്ങിയത്? നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി, ഒരു യുദ്ധ ഫ്രണ്ടില്ല, ഒരു വാർ ഫ്രണ്ടില്ല. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ വി ആർ ഇൻ ദ വാർ ഫ്രണ്ട്. നമ്മളൊരു യുദ്ധമുഖത്താണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ നടുക്കൊരു താഴ്വരയുണ്ട്. അപ്പോൾ ഒരു യുദ്ധമുഖമാണ്, ഒരു വാർഫെയർ സോണാണ് സത്യം പറഞ്ഞാൽ എബനേസർ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, വളരെ ആവേശത്തോടാണ്, വളരെ ഉത്സാഹത്തോടെയാണ് ഇസ്രായേൽ മക്കൾ പ്രത്യേകിച്ച് എബനേസറിൽ യുദ്ധത്തിന് വന്നത്. അതിൻ്റെ ആ ഫസ്റ്റ് വേർഡിൽ അതിനൊരു ക്ലൂ ഉണ്ട്. 4:1 ഒന്നും കൂടെ ഒന്ന് വായിച്ച അതിൻ്റെ ഒന്നാമത്തെ വാക്ക് ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട്. അപ്പൊ ഈ യുദ്ധത്തിന് പോകുന്നത് വചനം കേട്ടിട്ടാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ തുടർമാനമായി എന്ത് കേട്ടോണ്ടിരിക്കുക? വചനം കേട്ടോണ്ടിരിക്കുക. അപ്പൊ വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? യുദ്ധം ഉണ്ടാവുമോ? നിങ്ങളിവിടെ ഇല്ലെന്ന് തോന്നുന്നു. വചനം കേൾക്കുമ്പോൾ എന്തുണ്ടാകും? പകുതി പേര് ഉറക്കമാണ്. ഇവിടെ ഉണ്ടോ? ഇഫ്താറിലാണോ? കൂടെ ഒന്ന് വന്നേ. വചനം കേൾക്കുമ്പോൾ എന്തുണ്ടാകും? വെരി ഗുഡ്, വളരെ നന്നായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച വാക്ക് തന്നെ മോൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ പറയാതിരുന്നാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവം അത് കണ്ടോ. വചനം കേൾക്കുമ്പോൾ എന്തുണ്ടാകും അല്ലേ? 8 മണിക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നവരെ നമുക്ക് എന്തുണ്ട്? പക്ഷെ വെളി കയറി കഴിയുമ്പം നമുക്ക് എന്ത് പോവും? നാളെ രാവിലെ നമുക്കിത് ഉണ്ടാകണം. ഈ മോട്ടിവേഷൻ കണ്ടിന്യൂവേഷനായി ഉണ്ടാകണം. വചനം കേൾക്കുമ്പം ഒരു ദൈവപൈതൃക ജീവിതത്തിൽ എന്തുണ്ടാകും? മോട്ടിവേഷൻ ഉണ്ടാകും, ഒരു ഉത്സാഹമുണ്ടാകും, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരാവേശം ഉണ്ടാകും. 21 ദിവസം വചനം തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ലെവൽ എന്താണ്? വളരെ പീക്കിൽ. എന്നാൽ ഇത് തീരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഉപവാസം കഴിയുന്ന ഡേറ്റിൽ നമ്മുടെ മോട്ടിവേഷൻ ലെവൽ എത്ര ആയിരിക്കും? ഈ വർഷത്തെ ഏറ്റവും പീക്കിൽ, സെനിത്ത് എന്നൊരു പദം ഇംഗ്ലീഷിൽ കൊടുത്തേ. ആ പീക്കിൽ നമ്മളെത്തും. പീക്കിലെത്തും. അതിന്ന് താഴോട്ട് പോകരുത്, ആവേശം കുറയരുത്. വചനത്തിൻ്റെ ശക്തിയിൽ നിലനിൽക്കുന്നവരായി മാറണം. വചനമാണ് നമുക്ക് ചൈതന്യം നൽകുന്നത്. വചനമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. വചനമാണ് നമുക്ക് ബലം നൽകുന്നത്. ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരേ ഒരു ശക്തി നമ്മുടെ മേൽ പകരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തെ പോൽ ശക്തിയുള്ളതൊന്നും ഈ ലോകത്തില്ല കേട്ടോ. ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പരിധിയുണ്ട്. പക്ഷേ വചനത്തിന്റെ ശക്തി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ചിന്തയ്ക്കപ്പുറത്തായിരിക്കും. ബിയോണ്ട് അവർ എക്സ്പീരിയൻസസ്, ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻസ്. നമ്മുടെ ചിന്തകൾക്കപ്പുറത്താണ് ദൈവത്തിന്റെ വചനം നമ്മളെ എന്ത് ചെയ്യുന്നത്? ശക്തിപ്പെടുത്തുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വചനം കേട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് ചോദിക്കുകയാണ്, ആർ യു റെഡി ഫോർ എ വാർ? ആൻസർ എന്തായിരിക്കും? സഹോദരിമാരൊന്നും പറയുന്നത് സാധാരണ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുന്ന. ഓക്കെ, ഇന്ന് ഇവിടുന്നായിരിക്കും, കുഴപ്പമില്ല. നമ്മുടെ ആൻസർ എന്തായിരിക്കും? കാരണം എന്ത് കേട്ടിട്ടിരിക്കുക? വചനം കേട്ട്. ഈ വചനത്തിന്റെ ഉത്സാഹത്തിൽ ആർ യു റെഡി ഫോർ എ വാർ എന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി യെസ്. അതിന്റെ ഉത്തരം അത് തന്നെയാണ്, യെസ്. ഈ യെസ് പറഞ്ഞവർ പോയ സ്ഥലമാണ് എബനേസർ. എവ്രിബഡി വാസ് ജുബിലന്റ്, വൈബ്രന്റ്. കാരണം അകത്തെന്തിരിക്കുക? വചനം ഇരിക്കുക. വചനം അകത്തിരിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ എന്തുണ്ട്? പക്ഷെ എബനേസറിൽ അവർ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. വചനം കൊണ്ട് ആവേശം മാത്രം പോരാ, വചനമകത്ത് കയറണം.
എന്നവരാദ്യമായി തിരിച്ചറിഞ്ഞ സ്ഥലമാണ് എബനേസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എബനേസറിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ 3 കാര്യങ്ങൾ ദൈവം എന്നെ ഓർപ്പിച്ചു കേട്ടോ. അത് നിങ്ങളോടൊന്ന് പറയാം. ഒന്ന്, ഈ എബനേസറിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ദേ ലോസ്റ്റ് ദി ആർക്ക് ഓഫ് ദ കവനന്റ് ഇൻ എബനേസർ. ശ്രദ്ധിക്കുക, പെട്ടകം നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ്. എൻ്റെ കൂടെ വരണം. ദൈവത്തിൻ്റെ പെട്ടകം, ദി ആർക്ക് ഓഫ് ദ കവനന്റ് വാസ് ലോസ്റ്റ് ഇൻ എബനേസർ ഇൻ ദിസ് വാർ. 2, അവർ യുദ്ധം തോറ്റ ഒരു സ്ഥലമാണ് എബനേസർ എന്ന് പറയുന്നത്. ദേ ലോസ്റ്റ് വെരി ബാഡ്ലി. 1, ആർക്ക് നഷ്ടപ്പെട്ടു, ദേ ലോസ്റ്റ് ദി ആർക്ക്. 2, ദേ ലോസ്റ്റ് ദ വാർ. അവരുടെ യുദ്ധം അവരെന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ യുദ്ധം എന്ന് പറയുന്നത് ബിറ്ററായിട്ടുള്ള യുദ്ധമാണ്. അത് നമ്മൾ അല്പസമയങ്ങളിൽ ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം. 3ാമത് കർത്താവിനെ ചിന്തിപ്പിച്ചത് അവരുടെ കാൽക്കുലേഷൻ തെറ്റിയ സ്ഥലമാണ് എബനേസർ. 3 കാര്യങ്ങൾ ഓർപ്പിച്ചു. ഒന്നാമത്തേത്, ദേ ലോസ്റ്റ് ദി ആർക്ക് ഓഫ് ദ കവനന്റ്. 2, ദേ ലോസ്റ്റ് ദ വാർ ബിറ്റർലി. വളരെ വളരെ കൈപ്പേറിയ ഒരു പരാജയമാണ് അവർക്ക് എബനേസറിലുണ്ടായത്. 3, ഓൾ ദെയർ കാൽക്കുലേഷൻസ് വെന്റ് ഇൻ വെയിൻ. എല്ലാ കണക്കൂട്ടലുകളും തെറ്റിപ്പോയ സ്ഥലമാണ്. ഇപ്പം ആവേശം തോന്നുന്നുണ്ടോ എബനേസറിനെ കുറിച്ച്? ആദ്യം നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ഇപ്പം ഇത് കേൾക്കുമ്പം ആ ചിരി വരുന്നുണ്ടോ? അവിടെയാണ് ദസ് ഫാർ എന്നൊരു പദം നമ്മൾ ചിന്തിക്കുന്നത്. ഇത്രയും ഹിസ്റ്ററി അറിഞ്ഞാലേ എത്രത്തോളം അതിൻ്റെ ഗ്രാവിറ്റി എന്താണെന്ന് നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിൻ്റെ 1ാം പദം എടുക്കുകയാണ്. ദേ ലോസ്റ്റ് ദി ആർക്ക് ഓഫ് ദ കവനന്റ്. ദൈവത്തിൻ്റെ പെട്ടകം നഷ്ടപ്പെട്ട സ്ഥലമാണ് എബനേസർ. എന്താ ഈ പെട്ടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ പെട്ടകം. വാട്ട് വാസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി ആർക്ക് ഓഫ് ദ കവനന്റ്? ഇറ്റ് വാസ് വെയർ ദ ഗ്ലോറി ഓഫ് ഗോഡ് കെയിം ഡൗൺ. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്ന സ്ഥലമാണ് പെട്ടകം. ഈ പെട്ടകം ഇരുന്ന സ്ഥലത്തെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് സമാഗമന കൂടാരമെന്ന. കേട്ടിട്ടുണ്ടോ? ടാബർനാക്കിൾ. വെരി ഗുഡ്. ടാബർനാക്കിൾ, സമാഗമന കൂടാരം. ഈ ബൈബിളിൽ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ വ്യവസ്ഥാപിതമായ 7 ആലയങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ. 7 ആലയങ്ങളാണ് ബൈബിളിലുള്ളത്. 1ാമത്തെ ആലയമാണ് സമാഗമന കൂടാരം. ദൈവം വ്യവസ്ഥാപിതമായ നിയമത്തിൽ സ്ഥാപിച്ചെടുത്ത ഒരു ക്രമീകരണമാണ് സമാഗമന കൂടാരം. അപ്പോൾ 1ാമത്തെ ബൈബിളിലെ ആലയം ഏതാണ്? ടാബർനാക്കിൾ. ദൈവം കൊടുത്ത നിയമപ്രകാരം. വേണമെങ്കിൽ നമുക്ക് പറയാം, യാക്കോബ് ഒരു കല്ല് നാട്ടി, ഇത് നാളെ എന്താകും? ദൈവത്തിൻ്റെ എന്നാൽ വ്യവസ്ഥാപിതമായി ദൈവം കൊടുത്ത നിയമപ്രകാരം പണിതെടുത്ത ഫസ്റ്റ് ടെമ്പിൾ ബൈബിളിലുള്ളത് സമാഗമന കൂടാരമാണ്. എന്താ സമാഗമന കൂടാരത്തിൻ്റെ പ്രത്യേകത? ഈ മോശയോട് ദൈവം പറയുന്നത് സമാഗമന കൂടാരം ഉണ്ടാക്കണം. അപ്പം അവർ ഈ ടെൻ്റ് അടിച്ചാണ് അവർ ദൈവത്തിന് സ്തോത്രം ഏകദേശം 40 വർഷം മരുഭൂമിയിൽ എന്ത് ചെയ്തത്? പോയത്. എത്ര എടുത്ത് ടെൻ്റ് അടിച്ചു? For 40 years they traveled in the desert. How many camps did they have? എത്ര പാളയങ്ങൾ ഉണ്ടായിരുന്നു? എത്ര ക്യാമ്പുകൾ അവർക്കുണ്ടായിരുന്നു? വിട്ടേരെ. 42. എത്ര ഉണ്ട്? ഇനി മറക്ക 42 പാളയങ്ങൾ അവർക്കുണ്ടായിരുന്നു. 40 years they had 42 camps. ഇത് പുറപ്പാട് പുസ്തകത്തിൽ അത് ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, മോശ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പാളയങ്ങളിലൂടെയാണ് അവർ യാത്ര ചെയ്ത് എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. അപ്പം മേഘം നിൽക്കുന്നിടത്ത് ഇവരും എന്ത് ചെയ്യണം? നിൽക്കണം. അതാ ദൈവത്തിൻ്റെ പ്രമാണം. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ യാത്ര ചെയ്യാതിരിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു, ഐ വാണ്ട് ടു റിസൈഡ് അമംഗ് മൈ പീപ്പിൾ. എനിക്ക് എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കണം. ടു അബൈഡ് എന്നൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വസിക്കണം. അതിന് ദൈവം ഉണ്ടാക്കിയ ഒരു ക്രമീകൃത ആലയമാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഈ 1ാമത്തെ ആലയത്തിന്റെ പ്രത്യേകത, സമാഗമന കൂടാരം അടിക്കേണ്ടിയിരുന്നത്, the tabernacle was to be built in the middle of the camp. പാളയത്തിന്റെ നടുക്കാണ് സമാഗമന കൂടാരം എന്ത് ചെയ്യേണ്ടത്? അടിക്കേണ്ടത്. അപ്പം ഈ നടുക്കടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഈ ജനം അന്വേഷിച്ചു വരുമ്പോൾ എൻ്റെ ഗ്ലോറി അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. ഈ ഗ്ലോറി എന്നൊരു പദത്തിന് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ നമുക്കറിയാം. കാബോദ് എന്നൊരു പദം കേട്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എനിക്കൊന്ന് കുറച്ചും കൂടെ ഫെമിലിയർ ആയ ഒരു പദം ഷെക്കൈന എന്നൊരു പദമാണ്, അല്ലേ? അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഷെക്കൈന അല്ലെങ്കിൽ കാബോദ്, ഹെവി എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ആ തേജസ് സമാഗമന കൂടാരത്തിൽ വിശുദ്ധ
സ്ഥലത്ത് ദൈവം എന്ത് ചെയ്തു? വച്ചു. എന്തിനാണെന്നറിയാമോ? ജനത്തിനിടയിൽ എനിക്ക് വസിക്കണം. ഐ വോണ്ട് ടു മീറ്റ് വിത്ത് ദ പീപ്പിൾ, ഐ വോണ്ട് ടു ടോക്ക് വിത്ത് ദ പീപ്പിൾ, ഐ വോണ്ട് ടു കോൺവേഴ്സ് വിത്ത് ദ പീപ്പിൾ. ജനവുമായി ഒരു ബന്ധമുണ്ടാകേണ്ടതിന് ദൈവം വെച്ച വ്യവസ്ഥാപിതമായ ഒരു ആലയമാണ് സമാഗമന കൂടാരം, അല്ലെങ്കിൽ ടാബർനാക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലും ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ എവിടെ വരണം? സമാഗമന കൃത്യം നടുക്ക. വളരെ എളുപ്പമാണ്, കാരണം ടെന്റിന്റെ നടുക്ക് വരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ദേ കുഡ് ട്രാവൽ ഈസിലി. പക്ഷേ കാലം കഴിഞ്ഞപ്പം ആൾക്കാർക്ക് ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു. എന്തിൽ ഇൻട്രസ്റ്റ് പോയി? കാബോദിൽ, അല്ലെങ്കിൽ ഷെക്കേന കാണാനുള്ള, മഹത്വം കാണാനുള്ള ആ ഇൻട്രസ്റ്റ് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? പോയി. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇനി നടുക്ക് വെക്കണ്ട, പാളയത്തിൻ്റെ പുറത്തടിക്കാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ദൈവം അകന്നു പോവുകയാണ്, നമ്മൾ പോലും അറിയുന്നില്ല. പക്ഷേ ഇസ്രായേൽ മക്കൾ അറിയാതെ ദൈവം എന്ത് ചെയ്തു? അപ്പൊ പാളയത്തിന്റെ പുറത്താ. ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, നടുക്ക് വരാത്തവർ ഒരിക്കലും എവിടെ പോകത്തില്ല. കാരണം ഒരു ടെന്റിന്റെ മിഡിൽ നിന്ന് പാളയത്തിന്റെ പുറത്ത് പോകണമെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. ഏകദേശം ഒരു സൈഡ് 32 കിലോമീറ്റർ യാത്ര ചെയ്യണം. നിങ്ങളിവിടെ ഉണ്ടോ? കാരണം ഓൾമോസ്റ്റ് 30 lakh പീപ്പിളാണ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. നമുക്കത് വായിച്ചു പോകുമ്പോൾ സിമ്പിളാന്ന് തോന്നും. നടുക്ക് 100 മീറ്റർ നടന്നു വരാൻ പറ്റാത്തവർ ഒരിക്കലും 32 കിലോമീറ്റർ. ഹലോ. പക്ഷേ ദൈവത്തിൻ്റെ നിർബന്ധം വളരെ വലുതായിരുന്നു. ഐ വാണ്ട് ടു പിച്ച് മൈ ടാബർനാക്കിൾ ഔട്ട്സൈഡ് ദ ക്യാമ്പ്. പാളയത്തിന്റെ പുറത്ത് എന്ത് ചെയ്യണം? ആരെങ്കിലും യഹോവയുടെ തേജസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ടെന്റ് വന്നാൽ പോരാ, 32 കിലോമീറ്റർ യാത്ര ചെയ്ത് എവിടെ വരണം? പ്രൈസ് ദി ലോർഡ്. നിങ്ങളിവിടെ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. സ്തോത്രം. അങ്ങനെ ഒരു ഡിസിഷൻ വന്നപ്പം എത്ര പേര് പോയി കാണും? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ദി അറ്റൻഡൻസ് ഡ്രോപ്ഡ് അല്ലേ? ഓട്ടോമാറ്റിക്കലി. നല്ല വാഹനമൊക്കെ തന്നുകൊണ്ട് ആരും സ്തോത്രം പറയാത്ത നിങ്ങളിവിടെ ഉണ്ടോ? ഈ കർത്താവിനുള്ള സ്നേഹം എന്ന് പറഞ്ഞ വലുതാ. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പം യോഗമൊക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി, എനിക്കൊരു 5-6 ചർച്ച ഉള്ള സ്ഥലമാണ്, ഒരു കോമ്പൗണ്ടാണ്. അപ്പം ഒരു പ്രായമുള്ള ഒരു അച്ചായനെ കയറി ഒരു തടി മരത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. ശ്വാസം വിടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മേളിലൊരു ചർച്ച് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? അപ്പോൾ എന്നോട് പറഞ്ഞു, 3 അറ്റാക്ക് കഴിഞ്ഞ ആളാന്ന് പറഞ്ഞു. അപ്പം എന്തോ ഒരു ശ്വാസം മുട്ടല്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെ തിരിച്ചു പോകുന്നത്? അപ്പോൾ പറഞ്ഞു നടന്നാ വന്നേ. ഞാൻ ചോദിച്ചു എത്ര നടക്കണം? ഒരു 6.5 കിലോമീറ്റർ. നിങ്ങളിവിടെ ഉണ്ടോ? സ്തോത്രം. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി 4 മാസമായി സാലറി കിട്ടിയിട്ട് ബസ്സിന് വരാനുള്ള പൈസ അദ്ദേഹത്തിന് ഇല്ല. പക്ഷേ ഈ 3 അറ്റാക്ക് വന്ന ആൾ 6.5 കിലോമീറ്റർ നടന്നാണ് യോഗത്തിന്. സ്തോത്രം. അപ്പം ഞാൻ പാസ്റ്റർ ആണെന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ. എന്നോട് ചോദിച്ചു, ഒരു 300 ഫിൽസ് തരാമോന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ 300 ഫിൽസ് ചോദിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞു, കൃത്യം ബസ്സിനുള്ള പൈസയാണ്. എൻ്റെ കയ്യിൽ 1 ഡിനാർ ഉണ്ടായിരുന്നു, ഞാനത് എടുത്തു കൊടുത്തു, പക്ഷെ മേടിച്ചില്ല. എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് 300 ഫിൽസ് മതി, കാരണം എങ്ങനെങ്കിലും വീട്ടിലൊന്ന് ഇത്രയും നടന്നു പോകാനുള്ള ആരോഗ്യം എനിക്ക്. ഞാൻ ചോദിച്ചു, എത്ര ആഴ്ചയായി നടക്കാൻ തുടങ്ങിയിട്ട്? 6 ആഴ്ചയായെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശമ്പളമൊക്കെ മുടങ്ങിയിട്ട് 4 മാസമായി, ഫുഡ് കൃത്യം കിട്ടുന്നുണ്ട് ക്യാമ്പിൽ. എല്ലാവരും ഇവിടെ ഉണ്ടോ? പക്ഷേ ഞാനൊരു തീരുമാനം എടുത്ത്, ഒരു യോഗം മുടക്കത്തില്ല. അത് ദൈവത്തോടുള്ള സ്നേഹമാണ്. അത് ദൈവത്തോടുള്ള. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, 6.5 കിലോമീറ്റർ നടന്നു വരണമെന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിലും എത്ര പേര് വരുമെന്ന് ഞാനിങ്ങനെ. ഹലോ. ഒരു സ്തോത്രം പറഞ്ഞ് നല്ല വണ്ടിയൊക്കെ തന്നല്ലോ. സന്തോഷത്തോടെ ആലയത്തിൽ വരാനുള്ള ഭാഗ്യം ദൈവം തന്നല്ലോ. ഇത്രത്തോളം ആവശ്യങ്ങളിൽ മതിയായവനായി കൂടെ ഇരുന്ന് എബനേസറായി നമ്മെ നടത്തിയ, ഇത്രത്തോളം നമ്മെ സഹായിച്ച ആ നല്ല കർത്താവിനൊരു നല്ല സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? സ്തോത്രം. ദൈവ സിമ്പിളായ കണ്ടീഷനാണ് വെച്ചത്. സിമ്പിളായ കണ്ടീഷന് വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്നപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? കണ്ടീഷൻ കുറച്ചും കൂടെ കട്ടിയാക്കി. പാളയത്തിന്റെ പുറത്തടിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ദി അറ്റൻഡൻസ് ഡ്രോപ്ഡ്. അപ്പം ഒന്നാമത്തെ ആലയം എന്ന് പറയുന്നത് സമാഗമന കൂടാരമാണ്. ഏതാ രണ്ടാമത്തെ ആലയം?
നമ്മൾ ഈ ബൈബിൾ പഠിക്കുമ്പോൾ രണ്ടാമത്തെ വ്യവസ്ഥാപിതമായ ആലയം എന്ന് പറയുന്നത് സോളമൻ പണിത ടെമ്പിളാണ്, ഇല്ലേ? നമ്മളത് വായിച്ചു പോയിട്ടുണ്ട്. ശലോമോൻ ദാവീദിന് പ്ലാൻ കൊടുത്ത് ശലോമോനാൽ പണിയപ്പെട്ട ആലയമാണ് ബൈബിളിലെ രണ്ടാമത്തെ ആലയം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഏകദേശം 46 വർഷം കൊണ്ട് പണിതെടുത്ത ആലയമാണ്. അയ്യോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വളരെയധികം അധ്വാനം എടുത്ത്, ത്യാഗം സഹിച്ച്, വേദന സഹിച്ച്, വളരെയധികം പണം ചെലവഴിച്ച് ഉണ്ടാക്കിയ മനോഹരമായ ഒരാലയമാണ് ദൈവത്തിന് സ്തോത്രം ശലോമോൻ പണിത ആലയം. ആ ആലയത്തിലല്ലേ കാബോദ് ഇറങ്ങിയത്, ആ ആലയത്തിലല്ലേ തേജസ് ഇറങ്ങിയത്. ആ തേജസ്സിനെ കുറിച്ച് നമുക്കറിയാം. പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത നിലയിൽ ആലയത്തെ നിറച്ച ഒരു മഹത്വം ദൈവത്തിന്റെ തേജസ്സായി ആലയത്തിനകത്ത് വെളിപ്പെടുവാനിടയായി തീർന്നു. അവിടെ വെച്ച് ദൈവ ശലോമോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആരെങ്കിലും ഈ ആലയത്തിനകത്ത് വന്ന് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ എന്റെ മുഖം അവരുടെ നേരെ നീട്ടി അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി അവരുടെ മുഖത്തെ ഞാൻ ആദരിക്കുമെന്ന് ദൈവം അവരോട് ഉടമ്പടി ചെയ്ത. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതാണ് രണ്ടാമത്തെ ആലയം എന്ന് പറയുന്നത്. ശലോമോൻ പണിത ആലയമാണ് ബൈബിളിലെ രണ്ടാമത്തെ ആലയം എന്ന് പറയുന്നത്. പക്ഷേ ഈ ശലോമോൻ പണിത ആലയത്തെ നെബൂഖദ്നേസർ എന്ന വ്യക്തി തകർത്തു. അത് നമുക്ക് ചരിത്രത്തിൽ അറിയാം. ഞാൻ അതിലേക്ക് ആഴമായി പോകുന്നില്ല. കല്ലിന്മേൽ ശേഷിക്കാതെ ദൈവത്തിന് സ്തോത്രം തകർന്നു പോയ ഒരു ആലയമുണ്ടായി. പക്ഷേ ഈ ആലയത്തെ പുതുക്കിപ്പണിയാൻ ദൈവം തീരുമാനിച്ചു. അതിന് ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി, സെരുബാബേൽ, ഇല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്. സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ എന്ന് പറഞ്ഞ് ദൈവദാസനെ ബലപ്പെടുത്തിയ ഒരു ദൂതുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും കാണാതെ പറയുന്ന ഒരു വാക്യം അത്. സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? നീ ആരായി തീരും? ഓ സ്തോത്രം. കൃപ കൃപ എന്നാർത്തുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസമുള്ള എത്ര ദൈവമക്കളുണ്ട്? ഏത് തകർന്നു പോയതിനെ പണിയുവാൻ കഴിയുമെന്ന് ദൈവം തെളിയിച്ച ഒരു സെരുബാബേലിനെ കൊണ്ട് ദൈവം പണിതെടുത്ത ഒരു ആലയമാണ്. അതാണ് ബൈബിളിലെ മൂന്നാമത്തെ ആലയം. ഏതാ ഒന്നാമത്തെ ആലയം? മറക്കരുത്, സമാഗമന കൂടാരമാ. ഞാനിത് പറഞ്ഞു വരുന്നത് ഇതിനകത്ത് കാബോദുണ്ട്, അത് പറയാൻ വേണ്ടി ഞാൻ വരുന്നത്. രണ്ടാമത്തെ ആലയം ശലോമോൻ പണിത ആലയമാണ്. അതിനെ നെബൂഖദ്നേസർ തകർത്ത് കളഞ്ഞു. പക്ഷേ തകർത്തതിനെ പുതുക്കിപ്പണിയാൻ ദൈവം തീരുമാനിച്ചു. അതാ മൂന്നാമത്തെ ആലയം. അതിന് ദൈവം ഉപയോഗിച്ച വ്യക്തി സെരുബാബേൽ എന്നൊരു മനുഷ്യനെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ പിന്നീടുള്ള കാലഘട്ടത്തിൽ ആലയത്തിന് വലിയ തകർച്ചയുണ്ടായി. എന്ന് വെച്ചാൽ നെബൂഖദ്നേസറിന്റെ കാലത്ത് ഉണ്ടായതുപോലൊരു തകർച്ചയല്ല, പക്ഷേ വലിയ തകർച്ചയുണ്ടായി. ആ ആലയത്തെ വീണ്ടും പുനരുദ്ധരിക്കാൻ, റിസ്റ്റോർ ചെയ്യാൻ ദൈവം ഉപയോഗിച്ചത് ഒരു ജാതീയ രാജാവിനെയാ. ഹേരോദ് എന്ന് പറയും. ഹേരോദ് കേട്ടിട്ടുണ്ടോ? സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് കർത്താവിനെ ദൈവത്തിന് സ്തോത്രം വിസ്തരിച്ച ഒരാളാണ് ആര്? ഹേരോദാവ്. ഹേരോദ് എന്ന് പറഞ്ഞത് ആ ഒരു ചക്രവർത്തി, ഒരു രാജ്യത്തിന്റെ രാജാവിന്റെ പേരാ. അപ്പൊ ശ്രദ്ധിക്കണം, ഹേരോദാവാണ് ഈ ആലയം വീണ്ടും പുതുക്കി പണിതത്. അപ്പം ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ആലയം സമാഗമന കൂടാരം. രണ്ടാമത്തെ ആലയം ശലോമോൻ പണിത ആലയം, ദ ടെമ്പിൾ സോളമൻ ബിൽഡ്. മൂന്നാമത്തെ ആലയം ദ ടെമ്പിൾ ബിൽഡ് ബൈ സെരുബാബേൽ, സെരുബാബേൽ പണിത ആലയം. നാലാമത്തെ ആലയം ഹേരോദാവ് പണിതെടുത്ത, പുതുക്കി പണിത, യഹൂദന്മാരെ പ്ലീസ് ചെയ്യാൻ ചെയ്ത ഒരു കാര്യമാണ്. പുതുക്കി പണിത ആലയമാണ് ബൈബിളിലെ നാലാമത്തെ ആലയം എന്ന് പറയുന്നത്. ഏതാ അഞ്ചാമത്തെ ആലയം? ശ്രദ്ധിച്ച് കേൾക്കണമേ. അത് സഭയാകുന്ന ആലയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സഭയാകുന്ന ആലയമാണ് ബൈബിളിൽ എഴുതപ്പെട്ട അഞ്ചാമത്തെ ആലയം. ദ ഫിഫ്ത്ത് ടെമ്പിൾ, ഇറ്റ് ഈസ് ദ ചർച്ച്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? എന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ, ഇറ്റ് ഈസ് ദ ടെമ്പിൾ. നമ്മൾ ആരാ? ദൈവത്തിന്റെ ആലയമാ. ആ ദൈവമക്കൾ ചേരുന്ന ആലയം സഭ, സഭ എക്ലീഷ്യ. അതാരാ? അത് ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയത്തെ നോക്കിയ കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ട്? I will build my church and the gates of hell shall never prevail over it. Praise the Lord. ദൈവത്തിന് സ്തോത്രം. ആലയത്തെ പണിതെടുക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കാരണം എന്താ? മറന്നു പോകരുത്, ആലയത്തിനകത്ത് കാബോദുണ്ട്, ആലയത്തിനകത്ത് തേജസ്സുണ്ട്. എത്ര തകർച്ച വന്നാലും പണിയാൻ അപ്പുറത്തെ കരുത്തനായവന്റെ കരം നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ എൻ്റെ സഭയെ പണിയും.
അതാണ് അഞ്ചാമത്തെ ആലയം. ഇറ്റ് ഈസ് ദ ടെമ്പിൾ കോൾഡ് ദ ചർച്ച്. സഭയാകുന്ന ആലയത്തെ വിളിക്കുന്ന പേരാണ് അഞ്ചാമത്തെ ആലയം എന്നുള്ളത്. ഇനി അധികം വൈകാതെ ഒരു ആലയം വരാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് യഹൂദന്മാർ പണിയാൻ പോകുന്ന ആലയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതെവിടെ പണിയാൻ പോകുന്നത്? യെരുശലേമിലാണ് പണിയാൻ പോകുന്നത്. അവർ അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അത് വേറെ ഒരു വിഷയമാണ്, കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാനത് മറ്റൊരു സഭയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എങ്കിലും അതിൻ്റെ 1-2 കാര്യം മാത്രം പറയാം. അധികം വൈകാതെ ദൈവത്തിന് സ്തോത്രം ആലയം പണിക്ക് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇസ്രായേലിൽ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരാണ് ആലയം പണിക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മഹാപുരോഹിതനെ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞില്ല. ലേവി പുരോഹിതന്മാരെ ബ്ലഡ് ടെസ്റ്റിലൂടെ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അധികം വൈകാതെ ദൈവത്തിന് സ്തോത്രം ആലയം പണിക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്യുകയാണ്. ഒരു റബ്ബി കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: ഒരാലയം പണിയാനാണ് 93 കാര്യങ്ങൾ ആവശ്യമാണ്. അതിൽ 90 കാര്യങ്ങളും യഹൂദൻ റെഡിയാക്കിയിരിക്കുക. ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ ഉൾപ്പെടെ ദൈവത്തിന് സ്തോത്രം 90 കാര്യങ്ങൾ യഹൂദൻ എന്ത് ചെയ്യുക? കല്ല് ജോയിൻ ചെയ്യത്തക്ക നിലയിൽ എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുക. അപ്പം ആ റബ്ബിയോട് ചോദിച്ചു, ഇൻ്റർവ്യൂ ചെയ്തവർ ചോദിച്ചു, എത്ര നാൾ എടുക്കും ഈ ആലയം പണിയാൻ? ഏകദേശം 42 മാസം, 3.5 വർഷം കൊണ്ട് ഈ ആലയം അവർക്ക് പഴയതുപോലെ പണിതെടുക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിച്ചു, ആർക്കെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് സീക്രട്ടായിട്ട് വെച്ചേക്കുക എന്ന് പറഞ്ഞു. അതും റെഡിയാ. ദൈവത്തിൻ്റെ പെട്ടകവും റെഡിയായിരിക്കുക. എന്തിനാ? ഷെഖേന ഇറങ്ങാൻ, ദൈവത്തിന്റെ കാബോധ് ഇറങ്ങാൻ, യാഗമർപ്പിക്കപ്പെടാൻ. ഇത് ആന്റി ക്രൈസ്റ്റിന്റെ കാലത്ത്, അന്തിക്രിസ്തുവിന്റെ കാലത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം സഭയ്ക്ക് പ്രത്യാശയുണ്ട്: അതിന്റെ ഒരു കല്ലിടുന്നതിന് മുൻപ് സഭ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അധികം വൈകാതെ ആ കല്ലിടുന്നതിന് മുൻപ് ദൈവത്തിന് സ്തോത്രം നാം ആരാധിക്കുന്ന കർത്താവ് ആകാശ മേഘങ്ങളിൽ ഹല്ലേലൂയ സഭയെ ചേർക്കുവാൻ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവന്റെ വരവ് വാതിൽക്കലാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ റെഡി ആയിരിക്കണം കേട്ടോ, വളരെ റെഡി ആയിരിക്കണം. ഇവിടുത്തെ പാർപ്പിടം വഴിയമ്പലമാ. ഇതധികം നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ ധരിക്കരുത്. അധികം വൈകാതെ വലിയൊരു യുദ്ധം ഈ ലോകത്ത് സംഭവിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക. യെരൂശലേമിനെ കേന്ദ്രീകരിച്ച് ഒരു യുദ്ധം ഇവിടെ ഉണ്ടാകാൻ പോകുക, ഒരാലയം ഇവിടെ ഉണ്ടാകാൻ പോകുക. പക്ഷെ അതിന് മുൻപ് സഭയ്ക്ക് നൽകിയ പ്രത്യാശ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. പൗലോസ് പറഞ്ഞ വാക്കുകൾ എത്ര ശ്രദ്ധേയമാ. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവല്ല നമ്മുടെ വിഷയമെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്താൻ ഞാനത് പറഞ്ഞതാ. ഏത് മെസ്സേജ് കേട്ടാലും ഓർത്തോണം, കാലം അധികം മുന്നോട്ട് പോകില്ല. വി ആർ ഇൻ ദ എൻഡ് ടൈംസ്. ഏറ്റവും സമാപന കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. അതാണ് 6ാമത്തെ ആലയം, യഹൂദൻ പണിയാൻ പോകുന്ന ആലയം. പക്ഷേ ആ ആലയത്തിൽ അധികം ആരാധന നടക്കില്ല. ആന്റി ക്രൈസ്റ്റ് അവിടെ ഭരണം നടത്തും. ദൈവത്തിന് സ്തോത്രം. യഹൂദനുള്ള ഉടമ്പടി ലംഘിക്കും. പക്ഷേ 7ാമതൊരു ആലയമുണ്ട്. അത് സഹസ്രാബ്ദ ആലയമാണ്. എന്ന് വെച്ചാൽ 1000 വർഷം ഈ ഭൂമിയെ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരോട് കൂടെ ഭരിക്കും. എത്ര വർഷം ഭരിക്കും? ഉയ്യോ, സ്തോത്രം. കേൾക്കുമ്പോൾ ആവേശമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. 1000 years, 1000 ആണ്ട്. ഈ 7 വർഷത്തെ ആ മഹാപീഡന കഴിയുമ്പോൾ സഭ മണവാട്ടിയായി സ്വർഗത്തിൽ നിറങ്ങി വരും. പ്രാപിച്ച പ്രതിഫലത്തോടെ ഓരോരുത്തരും താന്താൻ്റെ നിരയിൽ പ്രാപിച്ച തേജസ്സോടെ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഞാനപ്പോൾ ആ സഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അത് ഇവിടെയും പറയാം. ചില രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാർ ഇവിടെ ഇല്ലെന്ന് നമ്മൾ എങ്ങനെ കണ്ടു? ചില പ്രസിഡന്റ്, നിങ്ങൾക്കൊരാവേശമില്ല സഹോദരം, ചില പ്രസിഡന്റന്മാർ ഇതിനകത്ത് ഇല്ലെന്ന് ആര് കണ്ടു? ചില റോയൽ ക്യാബിനറ്റ് മന്ത്രിമാർ ഇതിനകത്തില്ലെന്ന് ആര് കണ്ടു? ഒത്തിരി ആവേശം വേണ്ട. ചില പ്യൂൺമാരും ഇതിനകത്ത് ഇല്ലെന്ന് ആര് കണ്ടു? സ്തോത്രം. അത് മിക്സ് ആയിരിക്കും. ഓരോരുത്തരും താന്താൻ്റെ നിരയിലായിരിക്കും. അന്നാ നമ്മൾ അറിയാൻ പോകുന്നത്. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്ന് അടുത്ത വാക്ക് പറഞ്ഞേ. ലോകം വെറുത്തോർ വില നാം അന്നാൾ
അയ്യോ, അന്നാണ് ഓരോരുത്തരും താന്റെ നിരയിൽ തേജസ് പ്രാപിച്ച് വരുമ്പോ പിന്തള്ളപ്പെട്ടു പോകരുത്. സ്തോത്രം, പുറകോട്ട് പോകരുത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ കാന്തനോടുകൂടെ ഈ ഭൂമിയെ 1000 ആണ്ട് ഭരിക്കും. പ്രൈസ് ദി ലോർഡ്. ഭരിക്കുന്ന കാലം എന്ന് പറയുന്ന രോഗമില്ല, ദുഃഖമില്ല, കഷ്ടമില്ല, പ്രതിസന്ധിയില്ല, മാനസിക വ്യഥകളില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഭൂമിയെ വിശുദ്ധന്മാർ ചേർന്ന് ഭരിക്കുകയാണ്. അന്ന് ഉണ്ടാകാൻ പോകുന്ന 1000 വർഷത്തെ ഭരണത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ആലയമുണ്ട് യെരൂശലേമിൽ. അത് യഹൂദന്മാർ പണിയുന്നല്ല, കർത്താവ് പണിയുന്നതാ. സ്തോത്രം ചെയ്യുക, ഹല്ലേലൂയ. അതിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നത്, ഇരുവശത്തുമുള്ള ദൈവത്തിന് സ്തോത്രം വൃക്ഷങ്ങളെ ഫലഭൂവിഷ്ടമാക്കി തീർക്കുന്ന നദി ഒഴുകുന്നത് ആ ആലയത്തിൽ നിന്ന്. ആ ആലയത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് പറയുമെന്ന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. മുട്ടോളമല്ല, നരിയാണിയോളമല്ല, അരയോളമല്ല. ബാക്കി പറഞ്ഞേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മനദിയിലേക്ക് ദൈവം തന്റെ ജനത്തെ നയിക്കുന്ന ഒരു തേജസ്, ഒരു കാബോദ്, ഒരു ഷെക്കേന അധികം വൈകാതെ വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ആലയമല്ല വലുത്, ആലയത്തെക്കാൾ വലുത് കാബോദാണ്, ഷെക്കേനയാണ്. കാബോദ് എന്ന് പറയുന്നത് ഒരു എബ്രായ പദമാണ്. ഹെവിനെസ് എന്നാണ് പദത്തിന്റെ അർത്ഥം. ദൈവത്തിന്റെ തേജസ് നിഴലിടുന്ന, ഇറങ്ങി വരുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് കാബോദ് എന്നുള്ളത്. അതിന്റെ ഒരു മറുപേരാണ് ഷെക്കൈന എന്നുള്ളത്. ദൈവത്തിന്റെ തേജസ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. അത് എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. ഈ തേജസ് അല്ലേ ഒരു പെട്ടകത്തിനകത്ത് ഇറങ്ങിയപ്പം ഒരു ഉണങ്ങിയ വടിയെ തളിർത്ത് പൂത്ത് ഒരു ബദാം വൃക്ഷമാക്കി മാറ്റിയത് ആ തേജസ്, ആ ഷെക്കേനെ അല്ലേ? ആ ഷെക്കേനെ കുറിച്ച് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഈ ഉപവാസത്തിന്റെ ഇന്നത് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഈ ഉപവാസത്തിൽ ആ ഷെക്കേനെ ഞങ്ങൾക്ക് അനുഭവിക്കണം. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഷെക്കേന ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ ടെമ്പിൾ. സ്തോത്രം. കാബോദ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ ടെമ്പിൾ. നമുക്ക് ആരാധിക്കാൻ ഒരു സ്ഥലമുണ്ട്, ഇതൊരു ആലയം എന്ന് വിളിക്കാം. പക്ഷേ ഈ ആലയത്തെക്കാൾ വലുത് കാബോദാണ്. സ്തോത്രം. ഇവിടുത്തെ റെഗുലർ അറ്റൻഡൻസ്, എത്ര ദിവസം ഇവിടെ ഉപവാസമുണ്ട്, ചിലപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ വന്നിരിക്കാം, അതല്ല വിഷയം. കാബോദ് അനുഭവിക്കണം, ദൈവത്തിന്റെ തേജസ് അനുഭവിക്കണം. ഇന്ന് രാത്രി ഈ ഉപവാസത്തിന്റെ ഇന്ന രാത്രി പരിശുദ്ധാത്മാവ് സഭയോട് നൽകുന്ന ഒരു നിയോഗമാണ്. We should experience the heaviness, the heavy presence of God in our life. അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ഒരു നിയോഗമായി ഇന്ന് രാത്രി കർത്താവ് ഒരു ദൂത് കൈമാറുകയാ. റെഗുലർ അറ്റൻഡൻസ് അല്ല വേണ്ടത്, അത് നല്ല കാര്യം. പക്ഷെ അതിനേക്കാൾ വലുത് we need to experience your glory, Lord. കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യശോഭ കാണും പരപരമേശ വരമരുളീശ നീ അത്രേ. ഈ തേജസ് എവിടൊക്കെ ഇറങ്ങുന്നുണ്ടോ ഉണങ്ങിയ വടികൾ തളിർക്കും, അത് വൃക്ഷമായി തീരും. ദൈവത്തിന്റെ തേജസ് എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ എല്ലാം ഒരു റിസൾട്ട് ഉണ്ട്, അവിടെ എല്ലാം എബനേസർ ഉണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഈ കാബോദ് ഇറങ്ങാത്തടത്തൊന്നും എബനേസർ വെളിപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മെസ്സേജ് മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവത്തിന്റെ തേജസ് എനിക്ക് അനുഭവിക്കണം. ഈ ദൈവത്തിന്റെ പെട്ടകത്തെക്കുറിച്ച് പറയുമ്പം ഈ പെട്ടകം ഒരിക്കലിരുന്ന സ്ഥലം നമുക്കറിയാം. ഷീലോ എന്നൊരു ടെമ്പിൾ ഉണ്ട്. പ്രത്യേകിച്ച് ശമൂവേലിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് 1-ാം അധ്യായം മുതൽ വായിക്കുമ്പം ഷീലോവിൽ ആരാധിക്കാൻ പോയി. ആര്? വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാം പിള്ളേരാ പറയുന്നത്, നാണക്കേടാ. വലിയവരോ ഒന്നെങ്കിലും പറഞ്ഞേ. സ്തോത്രം. ആരാ പോയ? എൽക്കാനോട് ആരാ പോയേ? നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരാളാണ്. വെരി ഗുഡ്. ദൈവത്തിന്റെ ദാസിയായ ഹന്ന, പെനീന, ഇവരൊക്കെ ആരാധിച്ച സ്ഥലമാണ് ഷീലോവ് എന്ന് പറയുന്നത്. ഷീലോവ് എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം. അവിടെ അവർ ദൈവത്തെ ആരാധിച്ചതിൻ്റെ ഒരു കാരണം, ദി ആർക്ക് വാസ് ഇൻ ഷീലോ. ദൈവത്തിന്റെ പെട്ടകം എവിടായിരുന്നു എന്ന് വെച്ചാൽ പുറപ്പാട് പുസ്തകത്തിൽ പണിതെടുത്ത ആ പെട്ടകം, ബെസലിയലിനെ കൊണ്ട്, ഒഹൊലിയാബലിനെ കൊണ്ട്, വിശേഷ ജ്ഞാനം കൊണ്ട് പണിതെടുത്ത കതിരമരം കൊണ്ടുള്ള ആ പെട്ടകം ഇരുന്ന സ്ഥലമാണ്
ഷീലോ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ ഷീലോവിനെ ഉപേക്ഷിച്ചു. ആർക്കുണ്ട്, പക്ഷെ കാബോദില്ല. അതാ വാക്കിൻ്റെ അർത്ഥം. ഞാൻ എന്തിനെ ഉപേക്ഷിച്ചു? ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്ന് വെച്ചാൽ, ഉദാഹരണം പറയാം, ഈ ശിംഷോന്റെ അകത്ത് ദൈവം പകർന്ന ഒരു അഭിഷേകം ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അഭിഷേകം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. പക്ഷെ അഭിഷേകം നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം കുടഞ്ഞു, അഭിഷേകം ഉള്ളവനെ പോലെ. നിങ്ങളിവിടെ ഉണ്ടോ? പക്ഷേ കുടഞ്ഞപ്പോൾ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമെന്നാണ് വിചാരിച്ച, പക്ഷെ പോയ കാര്യം എന്ത് ചെയ്തില്ല എന്ന് വെച്ചാൽ, ഷെക്കേന ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദി ആർക്ക്. പെട്ടകത്തേക്കാൾ വലുതെന്താണ്? ഇല്ലെങ്കിലും സ്തോത്രമൊക്കെ വരും, ആരാധന നടക്കും, യാഗം നടക്കും, ഇല്ലെങ്കിലും ഹന്നാമ്മച്ചിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, പക്ഷേ കാബോധം ഉണ്ടാകണമെന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പം ഈ ആർക്ക് ഷീലോവിലുണ്ട് കേട്ടോ. പക്ഷേ ആർക്കുണ്ടെങ്കിലും എന്തില്ല? അത് മറക്കരുത്, അത് മറക്കരുത്, എന്നാലേ മെസ്സേജ് ക്ലിയർ ആവത്തുള്ളൂ. ആർക്കുണ്ട് പക്ഷെ എന്തില്ല? സ്തോത്രം. അഭിഷേകം പ്രാപിച്ചവരാണ് ഇവിടെ നിന്ന് ചോദിച്ചാൽ എല്ലാവരും എന്ത് ചെയ്യും? സ്തോത്രം. പക്ഷേ നമ്മുടെ അകത്ത് എന്തുണ്ടാകണം? ഷെക്കേന ഉണ്ടാകണം. ദൈവത്തിൻ്റെ തേജസ് അനുഭവിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. ഏകാഗ്രമായ ഹൃദയം നമുക്കുണ്ടാകണം. ദൈവമായുള്ള ഒരു കണക്ഷൻ നമുക്കുണ്ടാകണം. അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പം ഈ ഷീലോവിൽ നിന്ന് തേജസ് പോയി, പക്ഷേ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നടന്നു. അങ്ങനെ ഈ യുദ്ധത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരട്ടെ. ആ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന യുദ്ധത്തിന് വന്നു. ഒരു യുദ്ധത്തിന് അവർ തയ്യാറെടുക്കുക. അവർക്ക് ലഭിച്ച ആവേശം വചനം കേട്ടു. ആരാ പ്രസംഗിച്ചത്? സ്റ്റാൻലി എന്നൊരു സാധാ പാസ്റ്റർ അല്ല. ആരാ പ്രസംഗിച്ചത്? ശമൂവേൽ പ്രവാചകന. നിങ്ങളിവിടെ ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പവറുണ്ട്, ശക്തിയുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കുന്ന വാക്കുകളാണ്. ശമൂവേൽ ദാൻ മുതൽ ബേർഷെബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായിരുന്ന ആര്? ഓ, സ്തോത്രം ചെയ്യുക. നിങ്ങളിവിടെ ഉണ്ടോ? ഈ വചനത്തിൻ്റെ ശക്തി അവരിലേക്ക് കയറിയപ്പോൾ യുദ്ധം ചെയ്യുവാനുള്ള ആഹ്വാനം. പക്ഷേ ആ എബനേസറിൽ നടന്ന യുദ്ധത്തിൽ ഏകദേശം 4000 പേര് വീണുപോയി. വലിയ തോൽവി ജനത്തിനിടയിൽ ഉണ്ടായി. അതാണ് രണ്ടാമത്തെ പോയിന്റ്. they were defeated, ഇല്ലേ? അവർ തോറ്റ സ്ഥലമാണ് എബനേസർ എന്ന് പറയുന്നത്. 4000 പേര് വീണുപോയി. വലിയ സംഹാരം ജനത്തിനിടയിൽ ഉണ്ടായപ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായ തോന്നല്, എന്താ ഈ തോൽവിക്ക് കാരണമെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സ്തോത്രം. സെൽഫ് ഇൻട്രോസ്പെക്ഷൻ. അപ്പോൾ ഉപവാസം എന്തിനുള്ളത് കൂടിയാ? സ്വയം നമ്മളെ തന്നെ ഒന്ന് കാണാൻ, സ്വയം ശോധന ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഹു വാസ് ഹി? വെരി ഗുഡ്. ഹി വാസ് എ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ ചോദിച്ചു, വിച്ച് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഇൻ ദ വേൾഡ്? ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്പേസിലേക്ക് റോക്കറ്റ് വിടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള. ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? സ്തോത്രം. PSLV സാറ്റലൈറ്റ് വിടാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതൊരു 5-6 വർഷത്തെ അധ്വാനമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും. അപ്പോൾ ചോദിച്ചു, സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടായി സാറിന് തോന്നിയ കാര്യം ഏതാ? അപ്പോൾ പറഞ്ഞു, ഇതൊന്നുമല്ല, ഫൈൻഡിങ് അവർ ഓൺ മിസ്റ്റേക്സ് ഈസ് ദ ടഫസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. നിങ്ങളെന്ത് ശാന്തമായി പോയല്ലോ? ഏത് കേട്ടപ്പോൾ എനിക്കും സത്യമാണെന്ന്. റോക്കറ്റ് വിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും. ഹലോ, ചന്ദ്രൻ്റെ ആളെ വിടാനും വലിയ കുഴപ്പമൊന്നും. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഫൈൻഡിങ് അവർ ഓൺ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഇൻ ദ വേൾഡ്. ഉണ്ടോ? സ്വർഗത്തിൽ നിശബ്ദത ഉണ്ടായ പോലെ എല്ലാവരും. അതൊരു സത്യമല്ലേ? ആണെങ്കിലാണെന്ന് പറയല്ലേ, അല്ലെന്ന് പറ. ദാറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്, ഫൈൻഡിങ് അവർ ഓൺ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ മൂപ്പന്മാർ കൂടി. റിജോയ്സിലെ ഭാഷ പറഞ്ഞാൽ ഇവിടെ എൽഡേഴ്സ് ഉണ്ടോ? നിങ്ങളിവിടെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറഞ്ഞേ. എല്ലാവരും ഇല്ല, ഓക്കെ. എൽഡേഴ്സ് കൂടി. അപ്പോൾ അവരിങ്ങനെ ദൈവത്തിൻ്റെ സ്തോത്രം തമ്മിൽ ആലോചിച്ചു, എന്താ നമ്മൾ തോക്കാൻ കാര്യം? അവരങ്ങനെ ചിന്തിച്ചല്ലോ. താങ്ക് ഗോഡ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ അവർ? അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, യുദ്ധം ചെയ്തതിലെ കുഴപ്പമല്ല, വാളിൻ്റെയോ പരിചയയുടെ പ്രശ്നമൊന്നുമല്ല,
ഒറ്റ കാര്യം ഇല്ലാതെ പോയി, ദി ആർക്ക്. അപ്പം എന്തിവിടെ കൊണ്ടുവരണം? സ്തോത്രം. എല്ലാവരും യുനാനിമസ് ആയിട്ട് ഡിസൈഡ് ചെയ്തു എന്ത് കൊണ്ടുവരണം. കാരണം ആർക്ക് എവിടൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വന്നിട്ടുണ്ട്. യോർദാനെ കീറി മുറിച്ചത് എന്താ? ഓ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? യോർദാനെ നീ ഓടുന്നത് എന്ത്? സമുദ്രമേ നീ പിൻവാങ്ങുന്നത്? സമുദ്രത്തിന് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. ഞങ്ങൾ ഓടുന്നത് യോശുവയെ കണ്ടിട്ടല്ല, ഞങ്ങൾ ഓടുന്നത് പുരോഹിതന്മാരെ കണ്ടിട്ടല്ല, ഞങ്ങൾ ഓടുന്നത് കാബോദ് കണ്ടിട്ടാ. ഓ, സ്തോത്രം സ്തോത്രം. പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? യോർദാൻ എന്ന മരണനദി പിൻവാങ്ങിയത് പുരോഹിതന്മാരുടെ വിശുദ്ധി കണ്ടല്ല, മറിച്ച് പെട്ടകത്തിനകത്ത് വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്സാണ്. It is the glory of God. ആ ഗ്ലോറിക്ക് എത്ര പ്രാധാന്യം ഉണ്ടല്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവർക്കൊരു കാര്യം മനസ്സിലായി, if the ark of the covenant comes in Ebenezer, we will win the war. നമ്മളിത് ജയിക്കും, നമ്മളിത് ജയിക്കും. അതവർക്കൊരാവേശമായി. സ്തോത്രം. അങ്ങനെ അവർ യുനാനിമസ് ആയിട്ട് തീരുമാനിച്ചു, let us bring the ark of the covenant. ആർക്ക് ഓഫ് ദ കവനന്റ് ഷീലോവിൽ നിന്ന് കൊണ്ടുവന്ന സ്ഥലമാണ് എബനേസർ. അതല്ലേ നമ്മുടെ ചിന്താവിഷയം. പ്രൈസ് ദി ലോർഡ്. ഈ ആർക്ക് എബനേസറി വന്നപ്പം ഭയങ്കര സന്തോഷം വെളിപ്പെട്ടു. ആരാധനയ്ക്ക് വരാത്തവർ വരെ. കാരണം എന്തു വന്നു? നിങ്ങളിവിടെ ഉണ്ടോ? സ്തോത്രം. കാരണം ഈ ആർക്കെന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിന് എന്താണ്? ഹലോ, അവരുടെ ഹൃദയത്തിൻ്റെ ഒരു ഇമോഷനാ അല്ലേ? ഒരു വികാരമാ, ഒരു ആവേശമാ. ഇതുവരെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം വരെ പുറത്തു വന്നു. ഭയങ്കര ഒരു റോറിംഗ് വേവ് ഓഫ് പ്രൈസ് എന്ന് വെച്ചാൽ ആ പാളയത്തെ കുലുക്കി കളയുന്ന ആരാധന അവിടെ. സ്തോത്രം. അപ്പൊ ഇവർക്ക് സൗണ്ട് ഇല്ലാത്തതല്ല, എന്ത് ചെയ്യാത്തതാ? പാളയം കുലുങ്ങിപ്പോയെന്ന, എബനേസർ കുലുങ്ങിയെന്ന. അപ്പൊ ഈ സൗണ്ട് ഇല്ലാത്തതല്ല പ്രശ്നം, കൃപയാൽ നമ്മളത് ഉപയോഗിക്കത്തില്ല. കഴിഞ്ഞ ദിവസം വായിച്ച ഒരു കാര്യം, ഒരു സയന്റിസ്റ്റ് എഴുതിയിരിക്കുന്ന, സത്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സത്യമാകാൻ വഴിയുണ്ട്. ഐൻസ്റ്റൈൻ എന്ന വ്യക്തി പോലും തൻ്റെ ബ്രെയിൻ്റെ 10% ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. ഇത് എഴുതിയത് ഒരു സയന്റിസ്റ്റ് ആവുകൊണ്ട് എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ തരവില്ല. ഞാനത് വായിച്ചു കുറേ നേരം സ്തബ്ധന. ഐൻസ്റ്റൈൻ, ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ, നമ്മുടെയൊക്കെ കാര്യം പറയണ്ടല്ലോ, 10% ബുദ്ധിയെ ഐൻസ്റ്റൈൻ എന്ത് ചെയ്തിട്ടുള്ളൂ? ഉണ്ടോ? നമ്മുടെയൊക്കെ ഒന്ന് വേണ്ട, ചിന്തിക്കണ്ട, പോട്ടെ. ആ നല്ല ആവേശത്തിൽ ഇരിക്കുമ്പം നിങ്ങളിവിടെ ഉണ്ടോ? അപ്പൊ കപ്പാസിറ്റി ഇല്ലാത്തതല്ല, നമുക്ക് എന്തുണ്ട്? സ്തോത്രം. എല്ലാവർക്കും മുട്ടയിരിക്കാൻ പറ്റില്ല, കാരണം ശാരീരിക ബലഹീനതയുള്ളവരുണ്ട്. പക്ഷെ നല്ല നാവ് ദൈവം എല്ലാവർക്കും. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൈയടിക്കാൻ പറ്റില്ല, ശാരീരിക ബലഹീനതയുള്ളവരുണ്ട്. പക്ഷെ നല്ല നാവ് ദൈവം. അതുകൊണ്ടാണ് വചനത്തെ പറയുന്നത്, ഓപ്പൺ യുവർ മൗത്ത്, നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാം. അതിനെയാണ് ദൈവം എന്ത് ചെയ്യാൻ പോകുന്നത്? നാവ് പണയം വെക്കരുത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ശബ്ദം പണയം വെക്കരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അർപ്പിക്കുന്ന സ്തുതി ഏറ്റവും യോഗ്യമായിരിക്കണം. കാബോദ് ഇറങ്ങണമെങ്കിൽ ആ ശബ്ദം പുറത്തു വരണം. കാബോദ് ഇറങ്ങണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ആ ശബ്ദം ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരണം. നിങ്ങളുടെ ശബ്ദത്തെ പോലും ദൈവം മാറ്റും. നിങ്ങളുടെ ആരാധനയുടെ തലം ദൈവം മാറ്റും. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനകത്ത് വലിയ ചലനങ്ങൾ ദൈവം വരുത്തും. ഇന്നും ദൈവം അതിന് വിശ്വസ്തനായ ദൈവമാണെന്നേ. ഒരു സ്തോത്രത്തിനകത്ത് പവർ വ്യാപരിക്കും, ഒരു ഹല്ലേലൂയക്കകത്ത് ശക്തി വ്യാപരിക്കും. സ്തോത്രം. മറിയയുടെ വന്ദന സ്വരം എലിശബത്തിന്റെ കാതിലെത്തിയപ്പോൾ പിള്ളയവളുടെ ഗർഭത്തിൽ തുള്ളി എന്നുള്ളത് വചനത്തിന്റെ ശക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി ഉപവസിക്കുന്ന സഭയോട് കർത്താവ് ഒരു നിയോഗമായി വിളിച്ചു പറയുകയാണ്, ലെറ്റ് ഗോഡ് സാങ്ക്ടിഫൈ യുവർ വോയിസ്. നിന്റെ ശബ്ദം യഹോവയ്ക്ക് വിശുദ്ധമായി തീരട്ടെ.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശബ്ദത്തിനകത്തൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഭയങ്കര ഒരു അപ്രോർ ഉണ്ടായി. എന്ന് വെച്ചാൽ എബനേസറിൽ ഭയങ്കര ആരാധന വെളിപ്പെട്ടു. ഏറ്റവും രസമുള്ള കാര്യം, ഈ വാലിയും കടന്ന് ആഫേക്ക് അപ്പുറത്തെ മൗണ്ടനിൽ ഈ ശബ്ദം എത്തി. അയ്യോ, അപ്പൊ ഇവര് എൽഡേഴ്സ് കൂടി, ആരെ, നമ്മുടെ ഫെലിസ്ത്യര്, ഇത്രയും സൗണ്ട് ഒന്നും ഇതുവരെ, ഇതെന്ത് പറ്റി? റിജോയ്സ് സഭയ്ക്ക് ഭയങ്കര ഒരു ഉപവാസത്തിന്റെ ഇത്രയും ദിവസമായി, എന്ത് പെട്ടെന്നൊരു ഹലോ, ഇന്നലെ രാത്രി വരെ ഇങ്ങനെ. അപ്പൊ ആരോ ഒരാൾ കമ്മിറ്റി പറഞ്ഞു, ദൈവത്തിന്റെ പെട്ടകം പാളയത്തിൽ വന്നു. ശ്രദ്ധിച്ചേക്കണം ഞാനിപ്പോ പറയുന്നത്, ദൈവത്തിന്റെ പെട്ടകം. പക്ഷെ ഈ കമ്മിറ്റി ഇതിനെ വ്യാഖ്യാനിച്ച എങ്ങനെയാണെന്നറിയാമോ? ദൈവം പാളയത്തിൽ വന്നു. വന്ന് പറഞ്ഞയാള് പറഞ്ഞത് ആർക്ക് വന്നെന്നാ. പക്ഷെ ഇവർക്ക് മനസ്സിലായി ആർക്ക് വന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആര് വന്നു. ദൈവം നേരിട്ട്, നിങ്ങൾ ആ അധ്യായങ്ങളൊക്കെ എടുത്ത് വായിക്കണേ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ. ദൈവം എവിടെ വന്നു? അവർ ഒരുമിച്ചിരുന്നു. അവര് തമ്മി ചോദിച്ചത്, ഹൂ ക്യാൻ ഡെലിവർ us from this God? ഈ ദൈവത്തിൽ നമ്മളെ വിടുവിപ്പാൻ ആർക്ക് കഴിയും? ഇസ്രായേൽ മക്കൾക്ക് അറിയാത്ത ദൈവത്തിന്റെ പവർ ആർക്കറിയാം? നമ്മക്കറിയില്ല, പക്ഷെ പിശാചിനറിയാം നമ്മുടെ ദൈവത്തിന്റെ ശക്തി, അവന്റെ വല്ലഭത്വം, അവന്റെ കാബോദ്. ഹല്ലേലൂയ. കാബോദ് ഇറങ്ങിയിടത്ത് ജനം തോറ്റിട്ടില്ല. പക്ഷെ ആർക്കുള്ളത് കൊണ്ട് കാര്യമില്ല, അതിനകത്ത് എന്ത് വേണം? സഭയല്ല വലുത്, അതിനേക്കാൾ വലുത് എന്താ? ഈ ഉപവാസത്തിൽ അതിവിടെ ഇറങ്ങണം. നമ്മുടെ ഭവനങ്ങൾക്കകത്ത് അത് ഇറങ്ങണം. അതിനുവേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം കേട്ടോ, കരഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു ഉപവാസം കൂടി പോയെന്നല്ല, ആ കാബോദ് ഞങ്ങൾ അനുഭവിക്കണം. We want to experience that Shekinah. Hallelujah. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു. God has come down in the camp. അവർ വളരെ ഭയപ്പെട്ടു പോയി, അവർ പേടിച്ചു പോയി. രണ്ടാമത്തെ യുദ്ധം അവിടെ നടക്കിയ ഒരു വലിയ പേടിയോടെ ഫിലിസ്തീൻ യുദ്ധം ചെയ്യുന്നത്. ഡു ഓർ ഡൈ ഓപ്ഷനാ. അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് ആവേശം എന്ന് വെച്ചാൽ 4000 പേര് മരിച്ചതൊക്കെ അവരും പെട്ടെന്ന് മറന്നു. കാരണം അകത്ത് എന്ത് വന്നു? ഓ, കാബോദല്ല. ആ ഡിസ്റ്റിങ്ഷൻ മറക്കരുത്. ആർക്ക് വന്നു? പക്ഷെ കാബോദ് വന്നില്ലെന്ന് അവരറിഞ്ഞില്ല. അവരത്രയും നാൾ ചിന്തിച്ചത് ദ ആർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ വചനം പഠിപ്പിക്കുന്നു കാബോദ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാബോദ് ഇല്ലാത്ത ആർക്കല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തീഷ്ണതയോടെ നിൽക്കുന്നൊരു തലമുറയാകണം നമ്മൾ. കർത്താവിൻ്റെ അഭിഷേകം പേറുന്നവരാ. ചില നാളുകൾക്ക് മുമ്പ് ഒരു കടയിൽ ചെന്ന്, ഒരു ബുക്ക് ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം അവിടെ ചെന്ന് ഇങ്ങനെ ബൈൻഡ് ചെയ്യാൻ ബുക്ക് കൊടുത്തു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു ആരാ. അപ്പം ആ കടക്കാരൻ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ പെന്തിക്കോസിലെ ഒരു പാസ്റ്ററാന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തി, ഇന്നടത്തു നിന്നാണ് വരുന്നത്. അപ്പം എന്നോട് എടുത്ത വഴിക്ക് മനുഷ്യൻ ചോദിക്കുക, പഴയ പെന്തിക്കോസാണോ പുതിയ പെന്തിക്കോസാണോ? എന്നിട്ട് എൻ്റെ മുഖത്തടിച്ച പോലെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഞാനങ്ങ് സത്യം പറഞ്ഞ ഐസ് പോലെ ആയിപ്പോയി. ചില സമയത്ത് അങ്ങനെ ഉണ്ടാകാറില്ല, പക്ഷെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ മനുഷ്യൻ്റെ മുമ്പിൽ, അദ്ദേഹം ഒരു വിശ്വാസിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ക്രിസ്ത്യാനിയാണ് തോന്നുന്നത്, പേര് കേട്ടിട്ട് ക്രിസ്ത്യനാണെന്ന് തോന്നുന്നു, പക്ഷെ പള്ളിയിൽ പോകുന്ന ആളാണെന്ന് എനിക്കറിയില്ല. ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചതാ. ഞാൻ ചോദിച്ചു, അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നേ? അപ്പോൾ പുള്ളി പറയാ, പഴയതാണോ പുതിയതാണോ എന്ന്. ഞാൻ ചോദിച്ചു, അതെന്താ അതിൻ്റെ അർത്ഥം? പറഞ്ഞു, പുതിയതാണെങ്കിൽ വലിയ കാര്യമൊന്നും, കത്തോലിക്കരേക്കാൾ കഷ്ടമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ വന്നിരുന്ന ഓരോ ഡയലോഗ് പറയുന്ന കേട്ട, ഈ കടയ്ക്കകത്ത് വന്നിരുന്ന, ഹലോ എടാ, നമ്മളെ എത്ര പേര് വാച്ച് ചെയ്യുന്നുണ്ട്. എന്നോട് ചോദിക്കുക പഴയതാണോ പുതിയതാണോ എന്ന്. ഹലോ. അപ്പം ഞാൻ ചോദിച്ചു, പഴയതായുള്ള ഗുണം എന്താ? പഴയതായാൽ
പാസ്റ്റർ ഒരു കാര്യം പറയാം, നമ്മൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നു. പഴയ ബന്ധുക്കോസുകാരെ കണ്ട ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഏത് കാറ്റഗറിയില്ല. എനിക്കൊന്നും പറയാൻ പറ്റാൻ പോയില്ല. ഞാൻ സത്യം എൻ്റെ വായ അടഞ്ഞു പോയൊരു ദിവസമാണ്. ഞാൻ ഒരു ചമ്മലോടെ ആ കടയിൽ നിന്ന് ഇറങ്ങി വന്നു. ഒന്നും മിണ്ടാൻ എനിക്ക് പറ്റിയ, സുവിശേഷം പോലും പറയാൻ. നമ്മളെ തന്നെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. പെട്ടകമുണ്ട്, ലേബലുണ്ട്, പക്ഷെ എന്തില്ല? ഷെക്കേനയില്ല. എവിടെയൊക്കെയോ ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ യുദ്ധം ശക്തമേറിയ യുദ്ധമാണ്. പക്ഷെ ആ യുദ്ധത്തിൽ 30,000 പേര് വീണുപോയി. കണ്ടോ, മാഗ്നിറ്റ്യൂഡ് വർദ്ധിച്ചോ? 4,000 വീണെടുത്ത് ഇപ്പൊ എത്ര ആയി? ഇവരുടെ ആ സന്തോഷം പോകാനുള്ള കാരണം, ആർക്ക് വന്നിട്ടും ജനം തോറ്റു. കാരണം ആർക്കല്ല വലുത്? ഷെക്കേനയാണ് വലുത്. പ്രൈസ് ദി ലോർഡ്. ഒരു സിമ്പിൾ മെസ്സേജ് ഉപവാസത്തിൽ തരുന്നേ. ഈ ഷെക്കേന എല്ലാ ഭവനങ്ങളിലും നിറയണം, സഭയ്ക്കകത്ത് നിറയണം. പെട്ടകം പിടിക്കപ്പെട്ടു. ആ യുദ്ധത്തിലാണ് പെട്ടകം പിടിക്കപ്പെട്ടു. ശ്രദ്ധിക്കണം, 30,000 പേര് വീണുപോയെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ഒരു സഹോദരി അതിന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. വായിച്ചിട്ടുണ്ടോ അത്? The glory of God has departed from Israel. ദൈവത്തിന്റെ മഹത്വം ഇസ്രായേലിൽ നിന്ന്. പക്ഷേ ആ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, അത് ഇന്ന് പോയതല്ല, ഇന്നലെ പോയതല്ല. നിങ്ങൾ പോലും അറിയാതെ എത്രയോ നാളുകൾക്ക് മുൻപ് നിങ്ങളിൽ നിന്ന് ആ കാബോധ് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുന്ന ഒരു ഉപവാസമാകണം ഇത്. രാത്രി എത്ര പേര് പ്രാർത്ഥിക്കുന്നു? എവിടെയൊക്കെ വെച്ച് പിശാച് ചോർത്തിക്കളഞ്ഞ ദൈവകൃപകൾ ഈ ദിവസങ്ങളിൽ മടങ്ങി വരണമെന്നേ. ആത്മീയമായി നമ്മെ തളർത്തിക്കളഞ്ഞ, ക്ഷീണിപ്പിച്ച, ഇല്ലായ്മ ചെയ്ത ചില പൈശാചിക വ്യാപാരങ്ങൾ ഈ ഉപവാസത്തിൽ തകർന്നു മാറി ജനത്തെ ഒരു പുതിയ ലെവലിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, നഷ്ടപ്പെട്ട കാബോധ് ഞങ്ങൾക്കൊന്ന് തിരിച്ചു പിടിക്കണം. രക്തത്താൽ ജയമെടുക്കുക. ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ, we are nothing without the Shekinah. ഷെക്കേന ഇല്ലാത്ത ദൈവമക്കൾ നമ്മുടെ ജീവിതം ഒന്നുമല്ല. ഷെക്കേന ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ ഷെക്കേന? 40 വർഷം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണായും ജനത്തെ തേജസ്സായി മുന്നിൽ നിന്ന് നടത്തിയ ഒരു ദൈവത്തിന്റെ കൃപയാണ് ഷെക്കേന. എന്താ ഷെക്കേനയുടെ ഗുണമെന്ന് പറഞ്ഞ് നിർത്താം. സ്വോത്രം. മാറയുണ്ടായി അല്ലേ, ചെങ്കടലുണ്ടായി, പക്ഷെ ഷെക്കേന പോയില്ല. ഹല്ലേലൂയ. എല്ലാവരും ഇവിടെ ഉണ്ടോ? വെള്ളമില്ലാതെ ഉഴന്നു നടന്ന സമയങ്ങൾ മരുഭൂമിയിലുണ്ടായി, ആഹാരമില്ലാതെ ഞരങ്ങിയ സമയങ്ങളുണ്ടായി, പക്ഷെ എന്ത് പോയില്ല? കാബോധ് പോയില്ല, ഷെക്കേന പോയില്ല. ഞാൻ ഒരു കാര്യം പറയാം, എത്ര പ്രതിസന്ധികൾ ഈ 40 വർഷം ഉണ്ടായി. അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒറ്റ എലമെന്റ് നിങ്ങൾ പറയണം. പറഞ്ഞേ അഭിഷേകത്തോടെ. 40 വർഷം കടന്ന് അക്കരെ നാട്ടിലെത്താൻ ജനത്തെ ശക്തീകരിച്ച ഒരേ ഒരു എലമെന്റ്, അതെന്താണ്? അങ്ങനെയെങ്കിൽ അത് റെസ്റ്റോർ ചെയ്യപ്പെടണം. സ്തോത്രം. ഷെക്കേന ഉണ്ടെങ്കിൽ മാറ മധുരമാകും. ഷെക്കേന ഉണ്ടെങ്കിൽ കിളിവാതിലുകൾ തുറക്കപ്പെടും. ഷെക്കേന ഉണ്ടെങ്കിൽ ഒരു ചെങ്കടൽ രണ്ടായി തീരും. ഷെക്കേന ഉണ്ടെങ്കിൽ you will not be defeated. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായാലും if Shekinah is there, you will not be defeated. നിനക്ക് ക്ഷീണം സംഭവിക്കാം, നിന്റെ ജീവിതത്തിൽ വെല്ലുവിളികൾ വരാം, പക്ഷെ നീ പരാജയപ്പെടത്തില്ല. എബനേസറി പരാജയപ്പെടാനുള്ള കാര്യം എന്താ? ഷെക്കേന നഷ്ടപ്പെട്ടു പോയി. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട് ദൈവത്തോടൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ട്. റെസ്റ്റോർ ചെയ്യണപ്പാ,
ആ ഷെക്കൈനയിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ആ ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ദൈവത്തിൻ്റെ നിയോഗം എൻ്റെ മേൽ പകരണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയും? Let us take it seriously. ഇത് വളരെ സീരിയസ് ആയി എടുക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് രാത്രി ഒന്ന് കരഞ്ഞു പറയാം, Lord, we need that glory. We need that glory to lead us. We need that glory to fill us. Restore your glory in our presence, Lord. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ചൊല്ലി ഞങ്ങളുടെ ജനത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ഉപവാസം കഴിയുന്നതിന് മുൻപ് എല്ലാ ഭവനങ്ങളെയും മഹത്വം കൊണ്ട് നിറയ്ക്കണപ്പാ. ഏത് പ്രതിസന്ധികളെയും ഓവർകം ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്ന ആ സൂര്യ തേജസ്, ദൈവത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ആ കാബോധ് എല്ലാ ഹൃദയങ്ങളിലും വ്യാപരിക്കേണ്ട കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.